CPM-മായി ഇടഞ്ഞു നിൽക്കുകയാണ് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ എന്ന് നമുക്കറിയാം. എസ് രാജേന്ദ്രനെ അനുനയിപ്പിക്കാൻ ഇപ്പോൾ നേതൃത്വം നീക്കം നടത്തുന്നു. ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾ രാജേന്ദ്രനുമായി ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മൂന്നാറിൽ നടക്കുന്ന ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുക്കുമെന്നാണ് സൂചന. സന്ദീപ് രാജക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, നേരത്തെ ഈ ഇടഞ്ഞു നിൽക്കുന്ന എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വാർത്തകൾ വന്നിരുന്നു. രാജേന്ദ്രൻ തന്നെ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ CPM പൂർണ്ണമായും അനുനയിപ്പിക്കാനായിട്ടുണ്ടോ രാജേന്ദ്രനെ? വിനീത, ഇക്കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വലിയ വിവാദങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന നടപടികൾ, ആ നടപടി എടുത്ത് പുറത്തു നിൽക്കുന്നു. അതിനുശേഷം രാജേന്ദ്രനോട് മെമ്പർഷിപ്പ് പുതുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് പോലും രാജേന്ദ്രൻ BJP-യിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി അടക്കം നേരിൽ കണ്ട് തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. രാജേന്ദ്രൻ ഇപ്പോൾ പറയപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തന്റെ നിരപരാധിത്വം ഇല്ലെങ്കിൽ തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള ആ വസ്തുത നേതൃത്വം ബോധ്യപ്പെടുകയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് വെക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ ഒരു അനുനയ ചർച്ച നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിലപാട് അത്ര കടുപ്പിച്ചു നിന്നിരുന്ന രാജേന്ദ്രൻ അല്പം ഭയപ്പെടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും ജില്ലാ നേതൃത്വം, മുതിർന്ന പാർട്ടി നേതാക്കന്മാരും എല്ലാം രാജേന്ദ്രനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് രാജേന്ദ്രൻ തന്നെ സമ്മതിക്കുന്നു. അക്കാര്യങ്ങളിൽ ഏത് തരത്തിലാണ് ചർച്ചകൾ നടത്തിയത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല എങ്കിൽ പോലും രാജേന്ദ്രൻ ഇപ്പോഴും ആവർത്തിച്ചു വ്യക്തമാക്കുന്നത് KV ശശിയും ഒത്തു മുന്നോട്ട് പോകുവാൻ കഴിയില്ല, ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള KV ശശിയും ഒത്തു മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു ഉറപ്പുണ്ടാകണമെന്ന നിലപാടിലേക്ക് രാജേന്ദ്രനെ അനുനയിപ്പിക്കുക തന്നെയാണ് CPM എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ